ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാ September 23rd ആണ്. അപ്പോൾ നാളെ September 24th എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വഴക്കാണ്. പക്ഷെ എന്തായാലും നമ്മുടെ അനിയന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, കാരണം ഞാൻ അവൻ്റെ സിസ്റ്ററായി പോയില്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോവാണ്. അവനാണെങ്കിൽ മിന്നുൻ്റെ കൂടെ ഉള്ളത്. അപ്പം മിന്നുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. ഞങ്ങൾ ഭയങ്കര വലിയ വഴക്കാണ്. അപ്പം ഇന്ന് വേണം എല്ലാം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇനി അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഫുൾ വിശേഷങ്ങൾ കാണിച്ചത്. ഇതാണ് നമ്മുടെ പാർട്ടി ഹാൾ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടില്ല. 12 മണി ഇട്ട് നിങ്ങളെന്താ കെട്ടാത്ത? എങ്ങനെയുണ്ട്? പൊളി പൊളി പൊളി. എങ്ങനെ അവൻ വരുമ്പോ അടച്ചിടണം, ഒരാളെ ഇവിടെ നിക്കണം, എന്നിട്ട് പേടിപ്പിക്കണം. അവൻ ഇവിടുന്ന് കേറി വരുമ്പോ ഫുള്ളിരിട്ട്. എന്താ ഒളിച്ച് ഇവൻ ഇൻട്രോവേർട്ട്? ഞാൻ പറഞ്ഞുതരാം. അവൻ ഇവിടുന്ന് കേറി വരുമ്പം ലൈറ്റ്സ് ഓഫ്. ഓക്കെ, എന്നിട്ട് അവൻ കേറി ഇവിടെ എത്തുമ്പം നമ്മളെല്ലാരും കൂടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ചാടണം, ഒച്ചപ്പാടുണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം. എടാ അതൊന്ന് സൈലന്റ് ആക്കോ. ഓക്കെ, അപ്പം ഒച്ചപ്പാടുണ്ടാക്കണോ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ലൈറ്റ് ഇടണം. അപ്പൊ ലൈറ്റ് ഒന്ന് ട്രെയിൻ ചെയ്യും. എടാ പൊട്ടിക്കണേ, പോപ്പറൊക്കെ പൊട്ടിക്കണേ. ഇതോടെ അവൻ കണ്ട് കെട്ടണം. എന്നിട്ട് ഓ മൈ ഗോഡ്, മറ്റേ ബാമയില്ലേ, സിനിമ നടി, കോലക്കുഴൽ വീലേക്ക് കണ്ട അവിടെ ഇരിക്കണേ. കണ്ടില്ലേ? അവിടെ ഉണ്ട്, അവിടെ ഇവിടെ എന്താ ആക്രാന്തം. എല്ലാരും ഞാൻ കണ്ടു മാസ്ക് ഒക്കെ ഇട്ടാ വന്നത്. മാസ്ക് ഇട്ടാ വന്നത്. എടാ അവിടെ ഒരു യെല്ലോ ഇതിട്ടിട്ട്. അല്ല ഞാനൊരു വ്ലോഗ് എടുക്കാം. ഇത് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ സർപ്രൈസ്. ഗൈസ് അപ്പൊ അവൻ വന്നു, അവൻ പുറത്തുണ്ട്. പൊട്ടിക്കണേ, ഇതൊക്കെ പൊട്ടിക്കണേ. അത് വീഡിയോ എടുക്കണം ഗൈസ്. അപ്പം അത് റീല്, ഇത് യൂട്യൂബ്. വന്നോ? കാണില്ലേ? എടാ പക്ഷെ അവൻ എന്നെ കണ്ടു തോന്നുന്നുണ്ട്. എന്തായാലും മനസ്സിലായി. ലൈറ്റ് ഓഫ് അല്ലേ? ഫ്ലാഷ് ലൈറ്റ് അത് കുഴപ്പമില്ല. ഫ്ലാഷ് ലൈറ്റ് കുഴപ്പമില്ല. എടാ ആരോ വരുന്നുണ്ടേ. ലൈറ്റോ സ്നേഹ ഡോർ തുറന്നാ മതി, അപ്പൊ പ്രതീക്ഷിക്കൂല. എന്നെ കണ്ട് എന്തായാലും മനസ്സിലാവും. എടാ കറക്റ്റ് ടൈമിൽ തന്നെ പൊട്ടിക്കണേ. എടാ ഇതൊന്നുമില്ലേ, സ്പ്രേ ഒന്നുമില്ലേ? ഞാൻ പറയാം. ഇവനെന്താ വരാത്തെ? ഇവരെന്തെടുക്കാ? അവിടെ നിന്ന് സ്ലോ മോഷൻ കളിക്കണ്ടാവും. ആ എല്ലാത്തിനും
പോയി നോക്കിക്കോ. എടാ ഇതറിയില്ലേ, ഇതിന്റെ മെക്കാനിസം അറിയുന്നു. അയ്യോ വന്നില്ലേപ്പാ, എന്റെ അമ്മ എന്റെ കാലം ഇവനെ കാണുന്നില്ല. വന്നിട്ടില്ല ഇവൻ. ഇവന്റെ സ്വന്തം ബർത്ത്ഡേക്ക് വരെ ഇവൻ ലേറ്റ് ആണ്. 12 മണിക്ക് മുറിക്കേണ്ട കേക്ക് എത്ര മണി? 12:30 ആയി. 12:06 അവൻ എന്ത് കളിയാ കളിക്കാണ്, എനിക്കത് മനസ്സിലാവാൻ. നിങ്ങൾ എല്ലാരും ക്യാമറ ഓണാക്കി വെച്ചോട്ടോ, അവൻ എപ്പോഴാ കേറി വരണേന്ന് പറയാൻ. എടാ 1 2 3 1 2 3 അതിന്റെ സ്റ്റോറി ഗൈസ്, ഞങ്ങൾ വഴക്കാണ്. ഇതെങ്കിലും എന്റെ അടുത്ത് മിണ്ടോ? എല്ലാരും കേറ്. ഒരു പരിപാടി കൂടെ ഉണ്ട്. നീ ഞെട്ടിയ പോലെ അഭിനയിക്കണം. ഓക്കെ, അഭിനയിക്കണം. ഞങ്ങൾ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തതാ. പിടിക്കൂ. 6 7 8 കുഴപ്പമില്ല. 9 തികയൂലേ? പുറത്തുനിന്ന് ആളെടുക്കാം. 9 10 11 അല്ലെങ്കിൽ കൈ പിടിച്ചാൽ മതി. 15 23 ആയോ നിനക്ക്? 16 17 ബാമ തരണോ നിനക്ക് പൂവ്? ബാമ തരുമോന്ന് എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, അത് നീ അഡ്ജസ്റ്റ് ചെയ്തോ. 18 22 ഓക്കെ. ഒരു 5 പേരും കൂടെ വേണത് കൊടുക്കാൻ. പുറത്തുനിന്ന് വിളിച്ചു നിങ്ങള് ബാമ പുറത്തുണ്ട്. ബാമയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, ഈ പൂവൊന്ന് കൊടുക്കും. എന്താണ് പക്ഷെ പുള്ളിക്കാരി പ്രൈവസി ഇഷ്ടപ്പെടുന്ന വേണ്ട. മോശല്ലേ? ഓക്കെ, 5 ഞാൻ കൊടുക്കാം. അപ്പൊ നീ അവിടെ പോയി നിക്ക്. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കൊണ്ടിട്ട് കൊടുക്കണം. എല്ലാരും കൂടെ. അപ്പൊ ഇന്ന് അനിയന്റെ 22ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ 22 റോസുകൾ
കൊടുക്കാൻ പോവാ. വാ എല്ലാവരും കയ്യിലില്ലേ? വാ അല്ല വേണ്ട, ഓരോരുത്തരായിട്ട് കൊടുത്തോ. എടാ ഒരു ആ ഗ്ലാസ് വെച്ചോ. ഓക്കെ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടണില്ലേ? ഓക്കെ, 4 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് വേഗം വേഗം വേഗം. സ്പീഡ് നീ കൊടുക്കണല്ലേ? കൊടുക്കണ. നെക്സ്റ്റ് എടാ പോടാ. എന്താണ് ഒളിച്ചിക്കണേ? എന്താണ് ഒളിച്ചിക്കണേ? ഈ ഇതിനകത്ത് ഒരു പൂ പോലും കളയാൻ പാടില്ല കേട്ടോ. അടുത്താള് പോ. ചെല്ല് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കൊടുക്ക്. ചെല്ല്. ഇവനെന്താ ഇൻട്രോവേർട്ട്? ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും. ഇതെന്താ സംഘം ഒന്നും പറ്റില്ല. വാവേ ഈ ഒറ്റയ്ക്ക് പോയി കൊടുക്ക്. അന്ന് ഞാൻ വിളിച്ചപ്പോ ഈ ഫോൺ എടുത്തില്ല. കൊണ്ടേ കൊടുക്ക്. കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ്. നെക്സ്റ്റ് എന്താണ്? അവരോർക്കണ്ട ഏത് നേരത്താണോ വരാൻ. നെക്സ്റ്റ് കാൻഡിഡേറ്റ് പിന്നെ ഞാനും മിന്നു. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഞാൻ പിടിക്കാം. ഓക്കെ, എല്ലാരും കൊടുത്താ? ഓക്കെ, 22 റോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത് വാവയുടെ നാട്ടിലുള്ള 2 ഫ്രണ്ട്സും പിന്നെ മിന്നുന്റെ ഒരു ഫ്രണ്ട്. ഇത് എന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. പക്ഷെ വന്ന് എന്നെക്കാട്ടിലും കൂടുതൽ എന്റെ അനിയനായിട്ടാണ് ഇവരൊക്കെ കമ്പനിയായി. അതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് അവന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഗ്യാങ് പോലെയായി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഇവിടെ പാട്ട് വെച്ചോണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യേണ്ട വന്നു, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് ഇല്ല എന്റെ സൈഡ് ഇല്ല എന്റെ സൈഡാ നല്ലത്. പറ്റൂല, എന്റെ സൈഡ് തന്നെ ഫോട്ടോ. ഇല്ല, 1 മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ വേൽമുരുകൻ വന്നു, ശീല വന്നു, ഇല്ലുമിനാറ്റി വന്നു, എല്ലാത്തിനും തുള്ളി മറിഞ്ഞ് നമ്മളെ ഏകദേശം ഒരു വഴി. അതും പോലത്തെ വാവ ഇപ്പൊ അലിൻജോസ് ഇൻസ്പയർഡ് ആയിട്ട് കുറെ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്കും പഠിപ്പിച്ചു. പേര് എന്നോട് ചോദിക്കുന്നു സൂപ്പർ വാവയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ തമ്മിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കമ്മിങ് സൂൺ. അപ്പൊ അത് എന്തായാലും എല്ലാവരും കാണണം. അങ്ങനെ നമ്മുടെ പാട്ടും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് 2 മണി 3 മണി ആയപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ കയറാൻ സമയമായി. പരിപാടികളൊക്കെ കഴിഞ്ഞു, എന്റെ സൗണ്ട് ഒക്കെ പോയി. എങ്ങനെയായിരുന്നു പരിപാടി? സൂപ്പർ പരിപാടിയായിരുന്നു. മിന്നുണ്ട്, മിന്നുന്റെ ഫ്രണ്ട് ഇൻവേർട്ടർ ഫ്രണ്ട് റോഷൻ ഉണ്ട്. പറ, അപ്പം എന്നിട്ടുള്ള വഴക്കുകളൊക്കെ മാറിയപ്പോ? വഴക്ക് മാറിയാ? ഇവൻ ഭയങ്കര ക്രൂരനാണ്. ഇവൻ ഇത്രയും ചെയ്തിട്ടുണ്ടല്ലോ. ഇവനാണെങ്കിൽ ഇവന്റെ വഴക്കും വെച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്തായാലും വിടൂല.
അങ്ങനെയല്ല, ഇവന്റെ ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. ആസ് എ സിസ്റ്റർ അത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അല്ല, അല്ലേ മിന്നു? നല്ല പുണ്യാളത്തിയായിട്ടുള്ള താങ്കളുടെ സ്വഭാവങ്ങളൊന്ന് പറഞ്ഞു തരുന്നു. ശരിയാണ്. ഇവന്റെ അടുത്ത് എനിക്ക് 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ എവിടെയെങ്കിലും പോണം എന്ന് പറഞ്ഞാൽ ഇവൻ 11 മണിക്ക് എണീക്ക പോലും ഇല്ല. പിന്നെ ഇവനാണെങ്കിൽ മറ്റേ എന്താ പറയാ, ഒരാള് വെയിറ്റ് ചെയ്യുക, ഒരാളുടെ സമയത്തിന് പുല്ല് വില, അതൊക്കെ പറഞ്ഞു തരണം. ഇപ്പൊ നാളെ നിനക്കാണെങ്കിൽ നാളെ ഒരു മീറ്റിങ്ങിന് വരുമ്പോ അവിടെ ബോസ് വന്നിരിക്കുമ്പോ നിനക്ക് തോന്നുന്ന സമയത്തിന് വന്ന് നിന്റെ ജോലി പോവും. നിന്റെ ജോലി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്രേസി ആവും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആസ് എ സിസ്റ്റർ പറഞ്ഞു തരാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അതാണ് ഞങ്ങൾ തമ്മിലുള്ള മെയിൻ പ്രശ്നം. ഞങ്ങള് വഴക്കുണ്ടാക്കും. ചില സമയത്ത് വഴക്കുകൾ അതിഭീകരമാകും. ചിലപ്പോ വാക്ക് തർക്കാവും. ഇടയ്ക്ക് റോഡിൽ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടും. ഇവനെ വണ്ടി ഇറക്കി വിടും, ഇവനെ റോഡിൽ ഇറക്കി വിടും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയനല്ലേ. ആഫ്റ്റർ ഓൾ അനിയനായി പോയില്ലേ. എന്റെ ഉമ്മ പ്രസവിച്ചു പോയില്ലേ. നോക്കിയല്ലേ വെച്ചോളൂ അല്ലേ. പിന്നെ നേർവഴിക്ക് നടത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നല്ല പാതയിൽ നിന്നെ നടത്താൻ ശ്രമിക്കും. ഇത് മറ്റേ തൊപ്പിയുടെ ലൈവ് പോലെ ഇട്ടുണ്ട്. മിന്നു ഇങ്ങനെ ഇരിക്കണ, ഞാനും ഇങ്ങനെ ഇരിക്കണ്. പിന്നെ ഇൻവെർട്ടർ ആയിട്ടുള്ള റോഷൻ ഒന്ന് കാണിച്ചു കൊടുത്ത്. റോഷൻ എന്തിനിപ്പോ വന്നത്? റോഷൻ ബിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. ബിറ്റോനെ വിളിച്ചിട്ട് ഐ ആം സൂയിസൈഡിങ്. ഞാൻ നോക്കുമ്പോ റോഷൻ കേക്കൊക്കെ കൊണ്ടേ കൊടുക്കുമ്പോ പരിപാടി പക്ഷെ ഭയങ്കര ശുഭമായിട്ട് നടന്നല്ലേ. നീ പ്രതീക്ഷിച്ചായിരുന്ന? എന്താണ്ടൊക്കെ അവിടെ നിന്ന് ഇവൻ പ്രതീക്ഷിച്ചത് ഇവൻ ചെയ്ത പോലെ വല്ല റോട്ടിൽ നിർത്തിയിട്ട് കേക്ക് മുറിപ്പിക്കും അങ്ങനെയൊക്കെ അല്ലേ പ്രതീക്ഷിച്ചത്. പക്ഷെ അല്ല, അവൻ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാനാണെങ്കില് ഞാൻ എന്റെ അനിയന് വേണ്ടി എഫേർട്ട് എടുത്ത് അവന്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരെയും കൂട്ടി അല്ലേ, കൂട്ടി ഒരു ചെറിയൊരു പരിപാടി വെച്ചു. എന്റെ ബർത്ത്ഡേക്ക് റോസിന്റെ ഐഡിയ ഒക്കെ എന്റെ ഫോട്ടോ എടുത്തത് ആരുടെയോ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്നിട്ട് ഇതൊക്കെ ഞാൻ എന്താ പറയാ ചെയ്തിട്ടും ഇവൻ എന്റെ ബർത്ത്ഡേക്ക് വന്നത് 10 മണിക്കുള്ള പരിപാടിക്ക് ഇവൻ കയറി വന്നത് 4:30. ഞാൻ മരിക്കണം വരെ ഞാനത് പറയും. കാരണം അതിന്റെ ഹൃദയത്തിലെ കൊണ്ടത്. എന്നിട്ട് ഞാൻ ഇവന്റെ ബർത്ത്ഡേക്കോ ഞാനാണെങ്കിൽ 12 മണിക്ക് ഉള്ള കേക്ക് മുറിക്ക് ഞാൻ 11 മണിക്ക് ഞാൻ അവിടെ പോയി ഇരിക്കുക. അതാണ് നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഇവൻ കയറി വന്നത് 12:15. ബ്രോ ഞാൻ ആക്ച്വലി റോഷൻ കുറച്ച് മലയാളം പറയും. പരിപാടിയെ പറ്റി ഒരു 5 വാക്ക്. പിന്നെ റോഷൻ ഒരു ഇംഗ്ലീഷുകാരനാണ്. അപ്പൊ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ കൊള്ളാം. അപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായില്ല. പക്ഷേ ഇവനെങ്ങനെയാ, ഇവനൊരു ഇതില്ലാത്തൊരു സ്വഭാവം തന്നെ. ഇല്ല, പക്ഷെ ഞാൻ അല്ലല്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷെ നീ ശരിക്കും പറഞ്ഞ കൊറേ വിഷമൊക്കെ ആയിരുന്നു അന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ. ഞാൻ പിന്നെ വിട്ട് നമ്മൾക്ക് പിന്നെ എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒന്ന് എണീച്ച് പോയി വണ്ടി നോക്കിയോട്. ഇല്ല ഗൈസ്, ഞാനാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഉമ്മാടെ സ്വഭാവം ഉണ്ട് എല്ലാം വിട്ടുകൊടുക്കാനുള്ളത്. എനിക്ക് വാപ്പാടെ സ്വഭാവം ഇവന് ഉമ്മാടെ സ്വഭാവമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ദത്തെടുത്തതാണ്. ഞാൻ സത്യം പറയാം, ഞാൻ പറയാം ഞാൻ പറയാം. ഞങ്ങള് പണ്ട് ഇവിടെ ആലുവയില് ശിവരാത്രി മണപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് ഉമ്മച്ചി എന്തോ മറ്റേ എന്താ ചാളം മേടിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഒരു ചേച്ചിയുടെ 1 കിലോ ചാള മേടിച്ചു. അപ്പൊ ആ ചാളയുടെ കൂട്ടത്തിന്ന് ഇങ്ങനെ കിടന്ന് കരയണായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞു പാവയാണ് മെഹർ ഫാത്തിമ പി. പിന്നെ എന്നിട്ട് എന്റെ ഉമ്മച്ചിക്ക് ഒരു കുറച്ച് കരുണ ഉള്ളതുകൊണ്ട് ഇവളേക്ക് എടുത്ത് വളർത്തി.
എന്നിട്ട് ഇപ്പൊ ആ ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല. എടാ ആരാടെ തിരിഞ്ഞു നോക്കാത്തത്? നീ ഇവര് എത്ര നാളെ വീട്ടിൽ പോയിട്ട്? ഞാൻ ഇന്നലെ കൂടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഞാൻ ഐ എം എ വർക്കിംഗ് പേഴ്സൺ നോക്കി, അതുകൊണ്ട് എനിക്ക് അതിന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് തന്നെ പോലെ വെറുതെ ഇറക്കല്ല. നിങ്ങളത് കേൾക്കാനില്ലേ? ഇവന്റെ ഇങ്ങനത്തെ ഒരുമാതിരി തൊലിഞ്ഞ വർത്താനാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എനിക്ക് എന്റെ വ്ളോഗ് എന്തായാലും എൻഡ് ചെയ്യണം. ഞങ്ങൾ എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഇവന് ഇപ്പൊ സക്സസ്ഫുള്ളി 22 വയസ്സ് കഴിഞ്ഞിരിക്കണു. ഇവൾക്ക് 25, 26. ഓടപട്ടി ഇവിടെ എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ ഗൈസ്. അപ്പം ഇനി ഒരു പുതിയൊരു വീഡിയോ വരുമ്പോഴത്തേനും അല്ലേ, ബൈ ഫ്രം മിന്നോ. ബൈ.